ഹായ്, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പം ഞാൻ എന്താ പറയുക, പാല് വാങ്ങാൻ പോയതായിരുന്നു കേട്ടോ സൊസൈറ്റിക്ക്. ഇവിടെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് തുടങ്ങാൻ വേണ്ടി ആദ്യം തന്നെ സൊസൈറ്റി പോയി പാല് കൊണ്ടുവന്നു. രാവിലെ തന്നെ അരി അടുപ്പത്തിട്ടിട്ടാണ് പോയത്. അപ്പം ഞാനിതാ ഈ ഒരു കവറില്ലേ, ഈ ഒരു കവർ ഇവിടെ തൂക്കിയിട്ടുണ്ട്. ഈ ഒരു കവറ് ഇവിടെ തൂക്കിയിട്ട് ഇതിലിങ്ങനെ പാലിൻ്റെ കുപ്പിട്ടിട്ട് ഇങ്ങനെയാണ് സൊസൈറ്റിയിൽ നിന്ന് പാല് കൊണ്ടുവരും കേട്ടോ. വണ്ടിയുമ്പോൾ അങ്ങനെ തൂക്കിയിട്ട് ഇങ്ങനെയാണ് കൊണ്ടുവരല്. അപ്പോൾ പാല് കൊണ്ടുവന്നു. ഇടയ്ക്ക് പോയിട്ട് സൊസൈറ്റിയിൽ നിന്ന് നമ്മളിവിടെ അടുത്ത് തന്നെയാണ് പാൽ സൊസൈറ്റി കേട്ടോ. ഇടയ്ക്ക് പോയി ഇങ്ങനെ കൊണ്ടുവരും. വാങ്ങാൻ തോന്നിയാൽ രാവിലെ പോകും വേണം. 6:30 മണിക്ക് സൊസൈറ്റിയിൽ എത്തണം. അപ്പോഴേ പാല് കിട്ടുള്ളൂ. 6:30 കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പാല് കിട്ടും. 6:30 കഴിഞ്ഞാൽ 7 മണി വരെയൊക്കെ പാല് കിട്ടും. പക്ഷേ കിട്ടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പാലും ഒന്നിലും ഇങ്ങോട്ട് പാരും. അപ്പോൾ പിന്നെ ഒറ്റപ്പാല് കിട്ടൂല. എനിക്കാണെങ്കിൽ ആ ക്യാനലില്ലേ, വലിയ ടിന്നില്ലേ പാലിനെ അതിന്ന് പാല് തരുന്ന എനിക്കിഷ്ടമല്ല. എനിക്ക് ഒറ്റപ്പാല് കിട്ടണം. ഒറ്റപ്പാല് അറിയുമ്പോൾ ഒരു പശുവിൻ്റെ പാല് മാത്രം കിട്ടണം കേട്ടോ. ഹെൽമെറ്റ് ഊരട്ടെ. ഇപ്പോൾ എന്താ പറയുക, പാല് വാങ്ങി വന്നതാണ്. അപ്പോൾ ഇന്ന് രാവിലേക്ക് ചായൻ്റെ കടിയെന്ന് അറിയാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഞാൻ പാല് കൊണ്ടുവരുന്ന കുപ്പി. ഇതിലാണ് പാല് കൊണ്ടുവരൽ. ഞാൻ അരി അടുപ്പത്തിട്ടിട്ട് പോയതാണ് കേട്ടോ. പാൽ കുപ്പി ഉടക്കട്ടെ. അരി അടുപ്പത്തിട്ട് പോയതാണ്. വേഗം ഞാൻ രാവിലെ എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് കടന്നുറങ്ങി. അപ്പോൾ അതാ കണ്ടോ, ബെഡ് വിരിച്ചിട്ടും കൂടി ഇല്ല. തലേണൊക്കെ അവിടെ അതേമാതിരി ഇട്ടിട്ട് പാഞ്ഞതാണ്. പിന്നെ പാല് വാങ്ങാൻ വേണ്ടിയിട്ട് നേരം വഴുകി വിചാരിച്ച്. പിന്നെ പാലൊക്കെ ടാങ്കിൽ പാർന്നു കഴിഞ്ഞാൽ ഇനി ഞാനിവിടെ ഈ വാതിലുണ്ട് അടക്കട്ടോ. കുഞ്ഞാണിയൊക്കെ പോയാൽ ഈ വാതിലുണ്ടല്ലോ ഇവിടെ അങ്ങോട്ട് ലോക്ക് ചെയ്യും. പിന്നെ പുറത്തേക്ക് കണ്ടോ, ഷെഡാണ്. ഒരു ഒച്ചയും വിളിയും ഇവിടുന്ന് അങ്ങോട്ടും കേൾക്കൂല, അവിടുന്ന് ഇങ്ങോട്ടും കേൾക്കാത്തൊരവസ്ഥയാണ്. പിന്നെ ചാവി ഇതാക്കണ്, വണ്ടീൻ്റെ ചാവി ഇവിടെയാണ് ഞാൻ വണ്ടീൻ്റെ ചാവി വെക്കൽ കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഇവിടെ ഇങ്ങനെ വെക്കും എൻ്റെ ചാവി. കള്ളന്മാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടാവും. പ്രത്യേകിച്ചൊരു സ്ഥലമൊന്നുമില്ല. പിന്നെ ഇവിടെ ഈ ലൈറ്റ് ഉണ്ട്, ഓഫാക്കും. എന്നിട്ട് പിന്നെ അടുക്കളയിലേക്ക് ഇങ്ങനെ വരും. അടുക്കളയിൽ വന്നിട്ട് ഞാൻ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട്. അരി അടുപ്പത്തിട്ടിട്ടാണ് പോയത് കേട്ടോ. അത് നീച്ച് അരി വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഓട്ടടയാണ് കേട്ടോ. അപ്പോൾ അതിനോട് അരി വേവിണേ ഉള്ളൂ കേട്ടോ. അപ്പം അത് വേവട്ടെ. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എന്താ പറയുക, ഓട്ടടയാണ് കേട്ടോ. ഓട്ടട അറിയണത് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗ് ചെയ്തപ്പോൾ എന്താണ് താത്ത ഓട്ടട എന്ന് ചോദിച്ചിരുന്നത്. ആ ഓട്ടടൻ്റെ റെസിപ്പി ഒരുപാട് ഇട്ടതാണ് നമ്മളെ ചാനലിൽ. പക്ഷെ എന്നാലും എന്താണെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ആ ഓട്ടടൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. അരി വെള്ളത്തിലിട്ടതാണ്. അരി ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇത് കഴുകിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നല്ലോണം കുതിർന്നിട്ടുണ്ട് കേട്ടോ അരി. ഇത് നമ്മൾ കഴുകിയിട്ട് നല്ല കുറുമ്പൊക്കെ ഉണ്ട്. ഒന്നാമത് ഞാൻ അരി ഇന്നലെ ചേറാതെ കേട്ടോ വെള്ളത്തിലിട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നല്ല ചപ്പ് ചവറുകളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, കുറുമ്പ് കണ്ടില്ലേ വെള്ളത്തിൽ നിൽക്കണ്, കണ്ടോ. അപ്പോൾ അത് കഴുകിയിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ഓട്ടട ഉണ്ടാക്കുക എന്ന് നമ്മൾ കാണിച്ചു തരാം. അരിപ്പ് പോകും, റേഷൻ അരിയാണ്. അപ്പോൾ എല്ലാവരും വരൂ. ഇങ്ങനെയുള്ള റെസിപ്പി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഓട്ടടങ്ങൾ ഉണ്ടാക്കലുണ്ട് എന്ന് പറയണം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം, എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫേസ്ബുക്കിലൊക്കെ ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യണം. അപ്പോൾ നമ്മളെ ജോലിക്ക് ഒരുങ്ങി. ഇനി ഇങ്ങനെയാണ് ഷോൾ ഇങ്ങനെയാണ് കെട്ടും. ഇങ്ങനെ ഇതാണ് നമ്മളെ വീട്ടിലുള്ള വേഷം എന്ന് പറയുന്നത്. മാക്സി
ഇനി പിന്നെ ചായ ഉണ്ടാക്കണം, ഓട്ടട ഉണ്ടാക്കണം, പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട് ലേശം, അതുണ്ട്, ഉച്ചക്കത്തേനും ഉണ്ട്, കുറച്ച് സാമ്പാറുണ്ട്, ഇന്നലത്തെ സാമ്പാറുണ്ട്, ചിക്കൻ കറി ഉണ്ട്. അപ്പോൾ കറിയൊന്നും ഉണ്ടാക്കണ്ട. പിന്നെ 2 കഷ്ണം ചിക്കൻ ഉണ്ട്. അപ്പോൾ കുഞ്ഞാണിയൊക്കെ അത് പൊരിക്കണം എന്ന് പറഞ്ഞിരുന്നു. അത് പൊരിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിങ്ങനെ ചോറ് ഊറ്റുക, ഓട്ടട ചൂടുക. പിന്നെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിൽ പോകണം. SIRൻ്റെ ഒരു ഫോമും ഫുൾ ഞങ്ങൾക്ക് നവംബർ 4 മുതൽ SIRൻ്റെ അവധി തന്നതാണ്. അപ്പോൾ ഇന്നലെ കുഞ്ഞാണിയാക്കാക്ക് പനിയായതുകൊണ്ട് കുഞ്ഞാണിയാക്കാൻ്റെ കൂടെ തോട്ടത്തിൽ വെട്ടാൻ പോയി. അങ്ങനെ SIRൻ്റെ കുറച്ച് പെൻഡിങ്ങിൽ വന്നിട്ടുണ്ട്, കുറച്ചും കൂടെ ചെയ്യാനുള്ളത് പെൻഡിങ്ങിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് തീർക്കണം. ഇന്നലെ കുറച്ച് നേരെ ടാപ്പിങ്ങിന് ഞാൻ പോയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ടാപ്പിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ റബ്ബർ വെട്ടുന്ന ടാപ്പിങ് ചെയ്യുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി 12 മണിയായി ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട്. കുറേ വർക്കുകൾ പിന്നെയും ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇന്ന് വില്ലേജിൽ ഓഫീസിൽ പോയിട്ട് സാറോട് ചോദിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഡിസംബർ 23 വരെയുള്ളൂ ഞങ്ങൾക്ക് അവധി എന്ന് പറയുന്നത്. നവംബർ 4 മുതൽ തുടങ്ങിയാണ് SIRൻ്റെ പരിപാടി. ഇപ്പോൾ ജോലിക്ക് പോകലില്ല, ഇതാണ് പരിപാടി. അതുകൊണ്ടാണ് ഞാൻ രാവിലെ എണീക്കുന്നത്. നമ്മളെ ജോലികൾ തീർത്തിട്ട് പെട്ടെന്ന് കറക്റ്റ് 9 മണിക്ക് ഞാൻ എൻ്റെ ഡ്യൂട്ടിയിൽ കയറും, SIRൻ്റെ ഡ്യൂട്ടിയിൽ കയറും. കറക്റ്റ് ഉച്ചയ്ക്ക് ഞാൻ എന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കാനിരിക്കും. അത് കഴിഞ്ഞൊരു റെസ്റ്റും ഇല്ല, SIRൻ്റെ ഡ്യൂട്ടിയിലിരിക്കും. പിന്നെ നേരം ഇരുട്ടാകുന്നതാണ്. പിന്നെ അതിലിടക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ നിസ്കരിക്കും, ഭക്ഷണം കഴിക്കും, വെള്ളം കുടിക്കും, ടോയ്ലറ്റ് പോകാണ്ടെങ്കിൽ പോകും. അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇന്നലെ മാത്രമാണ് കുഞ്ഞാണിയാക്കാൻ്റെ കൂടെ റബ്ബർ വെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സഹായിക്കാൻ പോയത് കേട്ടോ. അപ്പോൾ ഇതാ ഓട്ടടൻ്റെ റെസിപ്പി കാണാൻ എല്ലാവരും വരികയെ. അപ്പോൾ ഇതാ നമ്മൾ മാവല്ല അരി അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതൊരു പാത്രത്തേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. നാളികേരവും അരി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മാവുക്ക് നമ്മളിവിടെ എടുത്ത് വെച്ച നാളികേരം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് ഉപ്പിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ ഇളക്കിയിട്ട് ഇനി എങ്ങനെയാണ് നമ്മളിവിടെ ഓട്ടട ചൂടാന്നൊന്ന് കാണിച്ചു തരാം. അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. കാരണം ഇതിൻ്റെ ഒരു റെസിപ്പി ഒരുപാട് നമ്മൾ ചാനലിൽ ഇട്ടതാണ്. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യണം. റെസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് ചൂടുന്നത് എങ്ങനെയാണ് നോക്കാം. അപ്പത്തിനും അരി വെന്ത് കിട്ടും ചോറ്. കുറച്ച് ദിവസമായിട്ടോ ഞാൻ ഓട്ടട ചുട്ടിട്ടേ. അപ്പോൾ ചട്ടി കഴുകി ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചട്ടി ചൂടായിട്ട് നമ്മൾ മാവ് നല്ലതുപോലെ കലക്കി. ചട്ടി അപ്പോൾ തീ കത്തിക്കാത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടി നല്ല ചൂട് കയറിയിട്ടുണ്ട്. ചൂട് ഏറിയ അടി കരിയും ഓട്ടടയ്ക്ക്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അടി കരിഞ്ഞാൽ പിന്നെ ഈ ഓട്ടട ഒരു വസ്തുവിനും പറ്റൂല. പറഞ്ഞാൽ അടി കരിഞ്ഞു പോയാൽ അപ്പം രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഈ ചട്ടിൻ്റെ ഇവിടെയൊക്കെ ആകുന്നത് ഒന്ന് തുടച്ചു കൊടുക്കട്ടോ. ഇത് നമുക്ക് എന്ത് ചെയ്യും, ഒരു ഓട്ടമായിട്ട് ഇങ്ങനെ വരും കേട്ടോ. ഇത് സംഭവം മുകളിൽ ഒരു ഓട്ടമായിട്ട് ഇങ്ങനെ വരും. ഇങ്ങനെ വരാൻ തുടങ്ങുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയോ, ഒരു മൂടി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ എൻ്റെ കയ്യുമൊക്കെ നിറച്ച് കരിയാണേ മൂടി വെക്കും. കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. ഇനി ഇതാ ഒരു 3-4 മിനിറ്റ് കഴിയുന്നതോട് കൂടി നമ്മളെ ഈ അപ്പം വെന്ത് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഈ അടപ്പ് മെല്ലെ ഇങ്ങനെ തുറന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഈ ഓട്ടട എന്ന് പറയുന്ന സാധനം. ഞാൻ ഇതാ അത് ഇങ്ങനെ അടി പോരുന്നുണ്ട്, കരിയുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാ കേട്ടോ, ഇതാ നമുക്കിത് മാറ്റി വെക്കാം. നമ്മുടെ ചട്ടി ചൂട് ഏറാൻ പാടില്ല. അപ്പോൾ കണ്ടില്ലേ ഓട്ടട ചുട്ടത് എല്ലാവരും കണ്ടോ, ഒരു കഷ്ണായ്മ പിടിച്ചിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് അടുത്തത് പിന്നെയും ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നാളികേരൊക്കെ ഇട്ടതുകൊണ്ട് ഈ അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തീ എനിക്ക് കൂടുതൽ കത്തിക്കാൻ പേടിയാണ്.
കൂടുതലായ ഈ എന്ത് ചെയ്യുന്നറിയോ, കരിഞ്ഞു പോകും അടി. അതുകൊണ്ടാണ് നമുക്കിത് അടച്ചു വെക്കാം. കണ്ടതിന് ഓട്ട വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഓട്ടയുടെ ഓരോന്നോരോന്നായി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു സംശയമാണ്, അടി കരിയോ എന്ന്. അടി കരിയാത്തത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടിയൊന്നും കരിയൂല ഓട്ടോടെ. എൻ്റെ അടി ഇതാക്കണ കണ്ടോ, ഇങ്ങനെയാണ്. കണ്ടോ ഓട്ടടേൻ്റെ അടി ഇങ്ങനെയാണ് വരുന്നത്. ചിക്കൻ കറി ബീഫ് കറിയൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഓട്ടടയാണിത്, ചായൻ്റെ കടി. അപ്പോൾ അതാ നമ്മുടെ ഓട്ടട ചുട്ട് തീരാറായി. ഇനി ഇതും കൂടി ഉള്ളു. ഇനിയൊരു 2 അടക്കുള്ള മാവും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു കേട്ടോ. കണ്ടോ നമ്മുടെ ഓട്ടട. ഇതിൻ്റെ അടിഭാഗം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഒരു ലൈക്ക് തരണേ കൂട്ടുകാരെ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വരും. പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു പറഞ്ഞതാണ് കേട്ടത്. ആകെ 4 കഷ്ണമുള്ളൂ. നല്ലോണം മുളക് പൊടിയും അതുപോലെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ആണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് എണ്ണ ആയതുകൊണ്ടേ അതാണുള്ള വിഷയം. അത്രേ ഉള്ളൂ. ഇത് വെന്താൽ അങ്ങനെ ചിക്കൻ പൊരിച്ചതും റെഡിയാവും. ഇതാണുള്ള സംഭവം ആകെ. അതിലിടയ്ക്ക് കറണ്ട് പോയിട്ടോ. അപ്പോൾ ഞാൻ ഫോണിൻ്റെ ആ ഒരു ഫ്ലാഷ് കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്, പൊരിക്കണത്. അപ്പോൾ ഇതാ ചിക്കൻ ഇത്രയേ ഉള്ളൂ പൊരിച്ചെടുത്ത്. ഇനിയിപ്പോൾ ഈ എണ്ണ നമുക്ക് ഇന്ന് വേണമെങ്കിൽ വല്ല ചിക്കൻ കറിയോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ഉപയോഗിക്കാമെന്നല്ലാതെ ഈ എണ്ണ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ, ഇതാണ് കുറച്ച് ചിക്കൻ ഉണ്ടെന്ന് പറഞ്ഞത്. അത് പൊരിച്ച് കഴിഞ്ഞു. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇന്നലത്തെ സാമ്പാർ കണ്ടോ. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല, കലത്തിൽ തന്നെ ഇന്നലെ വൈകുന്നേരത്തെ സാമ്പാറായിരുന്നു. അപ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് ഈ ചിക്കൻ പൊള്ളിച്ചതും ഈ സാമ്പാറും ഒക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. പിന്നെ ഓട്ടടയ്ക്ക് ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു. ചിക്കൻ കറി ഇതാ ഇന്നലത്തെ ചിക്കൻ കറി. ഇത് ഞാൻ ചൂടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, സബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെല്ലാം കൂട്ടുകാർക്കും ടാറ്റാ.